കേരളത്തിലെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വലിയ മാറ്റം, വിപ്ലവകരമായ മാറ്റമാണ് ഡിജിറ്റൽ റീസർവേ കൊണ്ടുവന്നിട്ടുള്ളത്. കാലഹരണപ്പെട്ടതും അശാസ്ത്രീയവുമായിട്ടുള്ള രേഖകൾക്ക് പകരം ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കൃത്യവും വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ അതിൻ്റെ ഭാഗമായി ലഭിക്കുകയാണ്. റോബോട്ടിക് ടോട്ടൽ സ്റ്റേഷനും ഡ്രോണും ആർട്ടിക്കയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഡിജിറ്റൽ റീസർവേ നിലവിലുള്ള വലിയ മാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, സർവേ, റവന്യൂ, രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം ചേർന്നുകൊണ്ട് ഒറ്റ പോർട്ടലാക്കി എൻ്റെ ഭൂമി വന്നത് കേരളത്തിലെ ഭൂമി സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും വലിയൊരു പരിഹാരമായി മാറിയിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, ഈ നിലവിൽ ഡിജിറ്റൽ റീസർവേ എടുക്കുന്ന സമയത്ത് പുറമ്പോക്ക് ഭൂമിയാണ് ആദ്യം അളക്കുന്നത്. അത് കൃത്യമായി അളന്ന് ഏറ്റെടുക്കുന്ന സമയത്ത് അതിൽ ദീർഘകാലമായി താമസിക്കുന്ന അർഹരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് പട്ടയം കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുകയും അല്ലാത്ത കയ്യേറ്റങ്ങൾ വളരെ കൃത്യമായി ഒഴിപ്പിക്കാനുള്ള നടപടി ഇതിൻ്റെ ഭാഗമായി സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ സ്വകാര്യ ഭൂമികളിലേക്ക് കയറിക്കിടക്കുന്ന പുറമ്പോക്കിലെ സ്ഥലങ്ങൾ കൈവശക്കാരൻ എന്ന് പറയുന്നതിന് പകരം വളരെ കൃത്യമായി അത് ഏറ്റെടുക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതും അതിനുവേണ്ട നടപടി സ്വീകരിക്കണമെന്നും, അതോടൊപ്പം തന്നെ സ്വകാര്യ ഭൂമിയിൽ ഒരു ബൗണ്ടറിക്ക് അകത്ത് തന്നെ ഇപ്പം നേരത്തെ മാനുവലായിട്ടൊക്കെ തന്നെ അളന്നത് കൊണ്ടുണ്ടാവുന്ന വ്യത്യാസം കൊണ്ട് കൂടുതൽ ഭൂമി ഉണ്ടാവാം. അപ്പം അങ്ങനെയുള്ളത് അവരുടെ തന്നെ കൈവശത്തിൽ വർഷങ്ങളായിട്ടുള്ള ഭൂമിയാണെന്നുണ്ടെങ്കിൽ അതിന് രേഖ ചിലപ്പോൾ ഡിജിറ്റൽ റീസർവേ വരുമ്പോൾ കുറച്ചധികം ഉണ്ടെങ്കിൽ അത് ആ വ്യത്യാസങ്ങൾ പരിഹരിക്കാനും അതിൻ്റെ കൈവശ രേഖ കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുമോ എന്നുള്ള കാര്യം കൂടി അറിയണം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടാമ്പി മണ്ഡലത്തിൽ മുതുതല പഞ്ചായത്തിലെ കൊടുമുണ്ട കടവ് പ്രദേശത്തും അതുപോലെ തന്നെ കൊപ്പം പഞ്ചായത്തിലെ കമ്പനിപ്പറമ്പ് പ്രദേശത്തും വർഷങ്ങളായി താമസിക്കുന്ന ആളുകൾ ഇപ്പോൾ പട്ടയം റവന്യൂ ഡാഷ്ബോർഡിൽ കിടക്കുകയാണ്. അവർക്ക് അത് പതിച്ചു കൊടുക്കാൻ, അവിടെ പട്ടയം കൊടുക്കാനുള്ള നടപടി കൂടി സ്വീകരിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ സ്വകാര്യ ഭൂമിയുടെ ബൗണ്ടറിയിലുള്ളതും അവർക്ക് രേഖ കൊടുക്കാനും അതോടൊപ്പം തന്നെ കയ്യേറ്റങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുകയും അനർഹരായവരെ ഒഴിവാക്കാനും ഡിജിറ്റൽ റീസർവേയുടെ ഭാഗമായിട്ട് നടപടി സ്വീകരിക്കുന്നതിനെ കുറിച്ചിട്ട് ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. സംസ്ഥാനത്ത് പുരോഗമിക്കുന്ന ഡിജിറ്റൽ റീസർവേ 3 ഘട്ടങ്ങളിലായി 639 വില്ലേജുകളിൽ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും അതിൽ 520 വില്ലേജുകളിൽ സർവേ പ്രവർത്തനങ്ങൾ ഫിസിക്കലായി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സാർ, ഈ 520 വില്ലേജുകളിൽ 335 വില്ലേജുകളിൽ സർവേ അതിരടയാള നിയമപ്രകാരമുള്ള 9(2) പ്രസിദ്ധീകരിച്ചു. 3 വില്ലേജുകളിൽ ഇതിനകം 13 പ്രഖ്യാപിക്കാനും നമുക്ക് സാധ്യമായിട്ടുണ്ട്. ഡിജിറ്റൽ സർവേയുടെ ഭാഗമായി സർവേ അതിരടയാള ചട്ടങ്ങൾ പ്രകാരമുള്ള ഫോറം നമ്പർ 50 ലാൻഡ് രജിസ്റ്റർ തയ്യാറാക്കുന്ന അവസരത്തിലാണ് ഏതെങ്കിലും ഭൂമി, സർക്കാർ ഭൂമിയിൽ അനധികൃത കൈവശങ്ങളുണ്ടെങ്കിൽ അത്തരം കയ്യേറ്റക്കാരുടെ പേര് വിവരങ്ങൾ പ്രസ്തുത രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നത്. ഇത്തരം ലാൻഡ് രജിസ്റ്ററിൽ കയ്യേറ്റക്കാരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നു എന്നത് അത്തരം ഭൂമിയിലെ കൈവശക്കാർക്ക് പട്ടയം അനുവദിക്കുന്നതിനുള്ള അർഹതാ മാനദണ്ഡമല്ല. പട്ടയ വിതരണത്തിനുള്ള മാനദണ്ഡം ബന്ധപ്പെട്ട ഭൂപതിവ് നിയമവും ചട്ടവുമാണ്. എന്നാൽ സാർ, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്ന ഒരു വില്ലേജുകളിൽ കൈവശാവകാശമുള്ള അർഹതയുള്ള ആളുകൾക്ക് ഭൂമി ലഭ്യമായില്ലെങ്കിൽ അത് പെട്ടെന്ന് തിരിച്ചറിയാനും അർഹതപ്പെട്ട ആളുകൾക്ക് ആ ഭൂമി കൊടുക്കാനും ഡിജിറ്റൽ റീസർവേയുടെ സാധ്യമാകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ പല പ്രദേശങ്ങളിലും അങ്ങനെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ ആദ്യഘട്ട ഡിജിറ്റൽ സർവേയിൽ ഉൾപ്പെട്ടതും മല്ലപ്പള്ളി താലൂക്കിലെ പെരുമ്പട്ടി വില്ലേജിലെ സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ റിമാർക്സ് കോളത്തിൽ റിസർവ് എന്നും BTR റിമാർക്സ് കോളത്തിൽ RF എന്നും രേഖപ്പെടുത്തിയതുമായുള്ള ഭൂമി സർവേ കഴിഞ്ഞപ്പോൾ റിസർവ് നോട്ടിഫിക്കേഷൻ പുറത്താണെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ റിസർവ് വനത്തിൻ്റെ വിജ്ഞാപനത്തിൽ പ്രതിപാദിക്കുന്ന അതിർത്തിക്ക് പുറത്തുള്ളതും വനം വകുപ്പിൻ്റെ ജണ്ടയ്ക്ക് പുറത്തുള്ളതുമായിട്ടുള്ള 747 കൈവശങ്ങൾ ഈ ഡിജിറ്റൽ റീസർവേയിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പ്രമോദ് നാരായണൻ MLA മണ്ഡലത്തിലാണ് ആ പറഞ്ഞ പ്രദേശങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത്. അവിടെ പട്ടയം കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ അതിൻ്റെ അന്ത്യഘട്ടത്തിലാണ്. ഞാൻ പറഞ്ഞത്, ഡിജിറ്റൽ റീസർവേയിലൂടെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുമ്പോൾ സർക്കാരിൻ്റെ ഭൂമി ആദ്യം അളന്ന് മാറ്റിവെക്കും. അതിനുശേഷമാണ് മറ്റുള്ള ഭൂമികൾ അടയാളപ്പെടുത്തുന്നത്. സ്വാഭാവികമായിട്ടും ദീർഘകാല കൈവശമുള്ള ഒരാളെ റിമാർക്സ് കോളത്തിൽ കൈവശക്കാരുടെ പേര് രേഖപ്പെടുത്തുകയും അയാൾക്ക് അർഹതപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഭൂമി കിട്ടാൻ വേണ്ടി അവസരം ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാർ, അതുപോലെ തന്നെ ഡിജിറ്റൽ സർവേ വഴി സർക്കാർ ഭൂമിയിലെ അനധികൃത കയ്യേറ്റം കണ്ടെത്താനും കഴിയും. ഇത്തരം കേസുകളിൽ ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരള ഭൂസംരക്ഷണ നിയമം, ഭൂസംരക്ഷണ ചട്ടങ്ങൾ 1958 പ്രകാരമുള്ള തുടർ നടപടികളും 2009 ഭേദഗതി നിയമപ്രകാരമുള്ള ശിക്ഷാ നടപടികളും സ്വീകരിച്ച് സർക്കാർ ഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിച്ച ആ
സർക്കാരിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാർ, ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചത് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇന്നിപ്പോൾ കേരളത്തിൽ ഈ ചെറിയ കാലം കൊണ്ട് ഡിജിറ്റൽ റീസർവേയിലൂടെ 8 ലക്ഷം ഹെക്ടറിലധികം ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ 59.82 ലക്ഷം പാഴ്സലുകളും അളന്ന് തിട്ടപ്പെടുത്തി. 59.82 ലക്ഷം പാഴ്സലുകൾ, ലാൻഡ് പാഴ്സലുകൾ അളന്ന് തിട്ടപ്പെടുത്തിയപ്പോൾ അതിൽ 26 ലക്ഷത്തിലധികം ലാൻഡ് പാഴ്സലുകളിൽ അധിക വിസ്തീർണം കണ്ടെത്തിയതായി നമുക്ക് ബോധ്യപ്പെട്ടു. സ്വകാര്യ ഭൂമിയിൽ അതിർത്തിക്കകത്ത് നിൽക്കുന്ന അധിക വിസ്തീർണം ഉണ്ടാകുന്നത് നേരത്തെ കൺവെൻഷൻ മെത്തേഡുകളിൽ അളന്ന് ഇപ്പോൾ നേരത്തെ അംഗം പറഞ്ഞതുപോലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ആക്യുറസി ഉപയോഗിച്ചിട്ടുള്ള ആർട്ടിക്കർ ഓവർ കൊണ്ട് അളക്കുന്നതായിരിക്കും. ബൗണ്ടറിക്ക് അകത്ത് നിൽക്കുന്ന അധിക കൈവശമാണെങ്കിൽ സ്വകാര്യ ഭൂമിയിലെ ആ അധിക കൈവശം സർക്കാരിന് ഏതെങ്കിലും വിധത്തിലുള്ള ബാധകതകളില്ലാത്തതോ ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളില്ലാത്തതോ അതിർത്തി പ്രശ്നങ്ങളില്ലാത്തതോ ആയ സ്ഥലങ്ങളിൽ ആ ഭൂമി നേരത്തെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ സ്വകാര്യ കൈവശത്തിലുള്ള അധിക ഭൂമി ക്രമവൽക്കരണ ബില്ലിന് കഴിഞ്ഞ നിയമസഭാ യോഗം അംഗീകാരം നൽകിയിട്ടുണ്ട്. ഈ സഭാ സമ്മേളനത്തിൽ അത് അവതരിപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ പട്ടയം നൽകിയിട്ടുള്ള ഭൂമിയിൽ അധിക ഭൂമി കണ്ടെത്തിയാൽ അത് ക്രമീകരിച്ച് നൽകാൻ നിയമപരമായി കഴിയില്ല. കാരണം ഒരു നിശ്ചിതമായ വിസ്തീർണ ഭൂമിയാണ് പട്ടയപ്രകാരം പതിച്ചു നൽകുന്നത്. അതിനേക്കാൾ കൂടുതൽ ഭൂമി ഉൾപ്പെട്ടു വന്നാൽ അത് സർക്കാർ ഭൂമിയായി പരിഗണിക്കേണ്ടി വരും. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എന്നാൽ സ്വകാര്യ ഭൂമിയുടെ വ്യക്തമായ അതിർത്തിക്കുള്ളിൽ അധിക ഭൂമി കണ്ടെത്തുന്നത് ഡിജിറ്റൽ സർവേ വഴി അളക്കുമ്പോൾ അളവിൽ കൃത്യത ഉണ്ടാകുന്നത് മൂലമാണ് ഇങ്ങനെ അധിക ഭൂമി വരുന്നത്. ഇതാണ് സെറ്റിൽമെൻറ്റ് ആക്ടും റൂളും അനുസരിച്ച് നടപ്പിലാക്കാൻ വേണ്ടി സർക്കാർ ഉദ്ദേശിക്കുന്നത്. ലക്ഷക്കണക്കിനായ ആളുകൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഗുണം ലഭ്യമാകും എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങിവിടെ സൂചിപ്പിച്ച കൊടുമുണ്ടക്കടവ്, കമ്പനിപ്പടി പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ അങ്ങ് തന്നെ പട്ടയ ഡാഷ്ബോർഡിൽ പട്ടയ അസംബ്ലിയുടെ ഭാഗമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. തീർച്ചയായും അത് പരിഹരിക്കാൻ അതിവേഗത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുകൂടി ബഹുമാനപ്പെട്ട അംഗത്തെ അറിയിക്കുന്നു.